കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അല്പം മധുരത്തോടു കൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ, നല്ല ഇഷ്ടപ്പെടും കേട്ടോ. അതിനായിട്ട് ആദ്യം നമുക്കൊരു ബൗളിലേക്ക് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഗോതമ്പ് മാവാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഫുള്ളും ഗോതമ്പ് മാവിൽ ചെയ്യാൻ കേട്ടോ. പക്ഷേ ടേസ്റ്റ് നമുക്ക് അല്പം മൈദയും കൂടി ചേർക്കുമ്പോഴാണ്. അതുകൊണ്ട് 1 കപ്പ് മൈദയും കൂടി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. മൈദ വെച്ച് മാത്രം തയ്യാറാക്കാം, പക്ഷെ അത്ര ഹെൽത്തി അല്ലല്ലോ മൈദ. ഇനി നമുക്കതിലേക്ക് നല്ല പഴുത്ത ചെറുപഴങ്ങളാണ് ചേർക്കേണ്ടത് കേട്ടോ. പാളയംകോടനോ ഞാലിപ്പൂവൻ മൈസൂർ പൂവനൊക്കെ ഇല്ലേ, അത് ഏതെങ്കിലും ചേർത്ത് കൊടുക്കണം. നേന്ത്രപ്പഴം റോബസ്റ്റ അങ്ങനത്തെ ഒന്നും വേണ്ട കേട്ടോ. അത്യാവശ്യം നല്ല പഴുത്ത പഴമായിരിക്കണം. അപ്പോൾ അതിൻ്റെ മധുരവും കൂടി കിട്ടും. അപ്പോൾ നമുക്ക് പഞ്ചസാരയൊന്നും അധികം ചേർക്കേണ്ടതില്ല. മാവിൻ്റെ അളവിനനുസരിച്ച് പഴം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മീഡിയം വലുപ്പത്തിലുള്ള 2 പഴമാണ് കേട്ടോ. തൊലക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുത്തു. ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒന്ന് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണ്. എന്നാലും നല്ല പഴുത്തതാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം. ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കണം കേട്ടോ. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 3/4 കപ്പോളമൊക്കെ ചേർത്താൽ മതിയാവും. കൂടുതൽ വേണ്ടവർക്ക് ഒരല്പം കൂടി ചേർത്ത് കൊടുക്കാം. പഴത്തിനും കൂടി നല്ല മധുരമുള്ളതല്ലേ. അപ്പോൾ ഒരു 3/4 കപ്പോളം പഞ്ചസാര ചേർത്താൽ മതിയാവും. നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അരച്ചെടുക്കാൻ കഴിയും. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മാവിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് ഈസ്റ്റാണ്. അപ്പക്കാരം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പൊങ്ങി ബോണ്ട പോലെയൊക്കെ ഉണ്ടാവും. നമ്മൾ കടയിൽ കിട്ടുന്നില്ലേ, അതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിതിലേക്ക് അല്പം ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് സമയം വെച്ചതുകൊണ്ട് നന്നായിട്ടൊന്നും വീർത്ത് വന്നിട്ടില്ല കേട്ടോ. ഇനി ഒരല്പം ഉപ്പിട്ടോ. പിന്നെ ചേർത്തത് ഏലക്കാപ്പൊടിയാണ്. പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്ത ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് മാവൊന്ന് ഇളക്കി യോജിപ്പിച്ചു. ഒരല്പാൽപ്പായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കൂടുതൽ വെള്ളം വരാൻ പാടില്ല, എന്നാൽ നല്ല ടൈറ്റ് ആവാനും പാടില്ല കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് പഴവും മാവും ഏലക്കാത്തരിയും ഒക്കെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. എന്നിട്ട് കൈ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം നല്ലപോലെ മാവൊന്ന് കുഴച്ച് മയപ്പെടുത്തിയെടുക്കണം. നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ടൈറ്റ് ആവണ്ട, എന്നാൽ ലൂസും ആവണ്ട കേട്ടോ. ഇതേപോലെ പ്രസ് ചെയ്യുമ്പോഴൊക്കെ സോഫ്റ്റായിട്ട് വരില്ലേ, അതേപോലെ. എന്നിട്ട് നമുക്ക് 2-3 മണിക്കൂർ ഒന്ന് അടച്ചു വയ്ക്കാം. സമയം കൂടുന്നതിനനുസരിച്ച് മാവ് ഇങ്ങനെ പതച്ച് പൊങ്ങി വന്നോളും. അപ്പോൾ നമുക്ക് എണ്ണയിലൊക്കെ ഇടുമ്പോൾ നല്ലപോലെ വീർത്തൊക്കെ വരും കേട്ടോ. ഇത് അത്ര സമയം വെക്കാത്തത് കൊണ്ട് നന്നായിട്ടൊന്നും വീർത്ത് വന്നില്ല, ബോണ്ട പോലെയൊന്നും ആയിട്ടില്ല. 2 മണിക്കൂറിന് ശേഷം ഞാൻ മാവ് തുറന്ന് നോക്കി. ഈ സമയം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതേപോലെ അല്പാൽപ്പായിട്ട് കയ്യിൽ വെള്ളമോ അല്ലെങ്കിൽ എണ്ണയോ പുരട്ടിയിട്ട് മാവ് ഇതേപോലെ എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓയിലോ വെളിച്ചെണ്ണയോ ഒക്കെ ഓരോരോ ഇഷ്ടം പോലെ ചെയ്യാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് പതുക്കെ വേവിച്ചെടുക്കണം. ഉള്ളിലൊന്നും വേവില്ല, അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ ഇളക്കി മറിച്ചിട്ട് കൊടുത്തൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ മാവ് പെട്ടെന്ന് കരിയും, മേൽഭാഗമൊക്കെ ഒന്ന് കരിയും, പക്ഷേ ഉള്ളിലൊന്നും വേവില്ല കേട്ടോ. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഓരോന്നായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് സാവകാശം ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരുടെ അഭിപ്രായം പറയൂ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.